ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് എ പീസ് ഓഫ് സ്ട്രിങ് എന്ന് പറയുന്ന 10ാം ക്ലാസ് ഇംഗ്ലീഷിലെ 3rd യൂണിറ്റിലെ 3rd ചാപ്റ്ററാണ്. ഇതെഴുതിയിരിക്കുന്ന ഗൈഡ് മുപ്പസംഗ് ആണ്. അപ്പോൾ അതിലേക്ക് നോക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെന്ന് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് നോക്കാം. എലോങ് ഓൾ ദ റോഡ്സ് അറൗണ്ട് ഗോഡർവില്ലെ the peasants and their wives were coming to the town because it was a market day. Some led a cow or a calf by a cord and their leafy branches to hasten in progress. In the public square of Gordaville, there was a crowd, a throng of human beings and animals. ഇപ്പോൾ എന്താണ്, ഇപ്പോൾ ഗോഡർവില്ല് എന്ന് പറയുന്ന ആ നഗരത്തിന് അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തിന് ചുറ്റുമുള്ള എല്ലാ വഴികളിലും ഈ പെസൻസും അവരുടെ വൈഫ്സും ഒക്കെ ആയിട്ട് ടൗണിലേക്ക് വരികയാണ്. കാരണം എന്താണ്, അന്നൊരു മാർക്കറ്റ് ഡേ ആണ്. അപ്പോൾ ചിലർ പശുക്കളും അല്ലെങ്കിൽ കാഫ്സും ആ ഒരു പശുവിൻ്റെ കുട്ടികളും ഒക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ആ ഗോഡർവില്ല് ഇപ്പോൾ ആ തെരുവ് മുഴുവൻ ഭയങ്കര ക്രൗഡഡാണ്. ഒരുപാട് ആളുകൾ തിങ്ങിയിറങ്ങിയിരിക്കുകയാണ്. ആളുകൾ മാത്രമല്ല, മൃഗങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ ആനിമൽസും ഹ്യൂമൻ ബീങ്സും ആയിട്ടൊക്കെ ഭയങ്കര ക്രൗഡഡായിട്ട് നിൽക്കുകയാണ് ആ ഗോഡർവില്ല് എന്ന് പറയുന്ന ആ ഒരു ടൗൺ. Hoshicombe had just arrived at Gordeville and he was walking towards Public Square. Then he saw a little piece of string on the ground. He thought that everything useful ought to be picked up. He took the bit of thin cord from the ground and began to roll it carefully. Then he noticed Malandine on the threshold of his door looking at him. They were on bad terms with each other. Hoshicombe was seized with shame to be seen thus by his enemy. He concealed his find quickly in his trouser pockets. He pretended to be looking on the ground for something else. Then he went towards the market. അപ്പോൾ എന്താണ്, അപ്പോൾ ആ ഒരു തെരുവിൽ കൂടെ ഇങ്ങനെ ആ ഒരു ഗോഡർവില്ലിൻ്റെ തെരുവിൽ കൂടെ ഹോഷിക്കോം നടന്നു വരികയായിരുന്നു. ആ സമയത്ത് ഒരു ലിറ്റിൽ പീസ് ഓഫ് സ്ട്രിങ്, എന്തോ ഒരു സ്ട്രിങ് ഇങ്ങനെ തറയിൽ കിടന്ന് കിട്ടുകയുണ്ടായി. അപ്പോൾ പുള്ളി അതെടുത്തിട്ട് നോക്കിയാണ്. അപ്പോൾ ഇത് ഗോഡർവില്ലിൻ്റെ ഗോഡർവില്ലിൽ തന്നെ താമസിക്കുന്ന ഹോഷിക്കോമിൻ്റെ എനിമിയായ മെലൻഡൈൻ കാണുകയുണ്ടായി. അപ്പോൾ തൻ്റെ എനിമി താനിങ്ങനെ ഒരു സാധനം വീണ് കിട്ടുന്ന സാധനം എടുത്ത് വെക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് ചെറിയൊരു നാണക്കേടൊക്കെ തോന്നി. പക്ഷേ എന്ത് ചെയ്തു, അദ്ദേഹം അതെടുത്ത് പോക്കറ്റിലിട്ടിട്ട് വേറെ എന്തൊക്കെയാണെന്നൊക്കെ നടിച്ച് അങ്ങനെ അങ്ങ് പോവുകയാണ്. വേറെ എന്തോ സാധനം കിട്ടിയാണെന്നൊക്കെ നടിച്ച് ഇങ്ങനെ അങ്ങ് പോവുകയാണ്. He was soon lost in the noisy crowd. Soon the square was deserted. At the tavern, the great hall was full of people eating. An appetizing odor of roast meat rose from the hearth, which made everybody's mouth water. The dishes were passed and emptied, as were the jugs of cider. The peasants discussed the crops and their purchases and sales. The weather was favorable for the green things, but not for the wheat. അപ്പോൾ എന്താണ്, അപ്പോൾ ആ ഒരു നോയ്സി ക്രൗഡ്സിൻ്റെ ഇടയിലേക്ക് ഈ പെട്ടെന്ന് തന്നെ ഇദ്ദേഹം ഡിസപ്പയർ ആവുകയാണ്. അതായത് ഈ ആളുകളുടെ ഇടയിലൂടെ അങ്ങ് നടന്നു പോവുകയാണ്. അപ്പോൾ അറ്റ് ടവേൺ, ആ ഒരു ഗ്രേറ്റ് ഹാളിൻ്റെ ഒക്കെ അടുത്തെത്തിയപ്പോൾ എല്ലാ ആളുകളും ഇങ്ങനെ കഴിക്കുന്നതും കണ്ടു. ആ ഒരു ഫുഡിൻ്റെയൊക്കെ, ആ റോസ്റ്റ് മീനിൻ്റെയൊക്കെ ആ ഒരു സ്മെല്ലൊക്കെ, ആ ഒരു ഓർഡറൊക്കെ ഇദ്ദേഹത്തിന് അടിക്കുന്നുണ്ട്. ഇതൊക്കെ കാരണം എല്ലാവർക്കും ഈ ഫുഡിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അവിടെ എല്ലാവർക്കും ആ ഒരു ഫുഡിനോടുള്ള ഇൻട്രസ്റ്റൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അവിടെ ആളുകളിരുന്ന് ഇങ്ങനെ ഒരു കൃഷിക്കാരും പെസൻസും ഒക്കെ ഇരുന്ന് ആ ക്രോപ്സിനെ പറ്റിയും എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, പർച്ചേസിനെയും സെയിൽസിനെയൊക്കെ പറ്റി സംസാരിക്കുന്നുണ്ട്. ഗ്രീൻ തിങ്സ് കാണണം, പക്ഷേ വീറ്റൊന്നും നടാൻ പറ്റത്തില്ല, വെതർ അതിന് ഫേവറബിൾ അല്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ, കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് അവിടെ ഇരുന്ന ആളുകൾ സംസാരിക്കുന്നത്. Suddenly the drum beat in the courtyard outside the tavern. Everybody rose except a few and ran to the door or to the windows, their mouths still full. After the public crier had ceased his drum beating, he called out in jerky voice, "This is hereby made known to the inhabitants of Gordeville and to all persons present at the market. There was lost this morning on the road between 9 and 10 o'clock a black leather pocket book containing 500 francs and some business papers. The finder is requested to return the same with all haste to the mayor's office. There will be 20 francs reward." അപ്പോൾ എന്താണ്, അപ്പോൾ ആ പെട്ടെന്ന് ആരോ ഒരു ഡ്രം ബീറ്റിങ്ങിൻ്റെ സൗണ്ട് കേട്ടോ. ആരോ ഒരു നോട്ടീസൊക്കെ സംസാരിക്കാനായിട്ട്, പണ്ട് കാലത്താണല്ലോ ഒരു നോട്ടീസൊക്കെ സംസാരിക്കാനായിട്ട്, എന്തോ പബ്ലിക് റയറിൻ്റെ ഒക്കെ കാര്യമായിട്ട് വന്നതാണ്. അപ്പോൾ ഇങ്ങനെയായിരുന്നു ആ നോട്ടീസ്, അല്ലെങ്കിൽ ഒരു കോൾ, അല്ലെങ്കിൽ ഡ്രം ബീറ്റിംഗ് നടത്തിയതിന് ശേഷം വന്ന ആ പബ്ലിക് റയർ ഇങ്ങനെയായിരുന്നു പറഞ്ഞത്. ഒരു ബ്ലാക്ക് ലെതറുള്ളൊരു പോക്കറ്റ് ബുക്കും അതിനകത്ത് 500 ഫ്രാങ്ക്സും അതുപോലെ കുറേ ബിസിനസ് പേപ്പേഴ്സും നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. 9 മണിക്കും 10 മണിക്കും ഇടയ്ക്കായിരുന്നു നഷ്ടപ്പെട്ടത്. അത് കണ്ടെത്തി തിരിച്ചു കൊടുക്കുന്ന ആൾക്ക് എന്താണ്,
20 francs റിവാർഡായിട്ട് കൊടുക്കുമെന്നുള്ളതായിരുന്നു ആ നോട്ടീസ്. Then the man went away and the peasants began to talk of this event. They discussed the chance of finding or not finding the pocketbook. They were finishing their coffee when a chief of the gendarmes appeared. He inquired, "Is Mr. Hoshencombe here?" Hoshencombe, seated at the other end of the table, replied, "Here I am." അപ്പോൾ അവിടെ ചെന്നതിന് ശേഷം ഈ ഇവനെ പറ്റി ആ ഒരു പോക്കറ്റ് ബുക്ക് നഷ്ടപ്പെട്ട് അത് കണ്ടെത്താൻ പറ്റില്ല എന്നൊക്കെയുള്ള കാര്യങ്ങളെ പറ്റി ആൾക്കാർ സംസാരിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്നാണ് ജെൻഡാംസിലെ ഒരു ചീഫ് ഇങ്ങനെ വന്ന് ചോദിക്കുന്നത്. എന്താണ് ചോദിച്ചത്? മിസ്റ്റർ ഹോഷൻകോം ഇവിടെ ഉണ്ടോ എന്നുള്ളതായിരുന്നു ചോദ്യം. അപ്പോൾ ഹോഷൻകോം അറ്റത്തിരിപ്പുണ്ടായിരുന്നു. അദ്ദേഹം എന്നിട്ട് പറഞ്ഞു, ഹിയർ ഐ ആം, ഞാൻ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. And the officer resumed, "Mr. Hoshencombe, will you please accompany me to the mayor's office? They would like to talk to you." The peasants, surprised and disturbed, set out, repeating, "Here I am, here I am." അപ്പോൾ ഓഫീസർ പറഞ്ഞെന്താണ്, മിസ്റ്റർ ഹോഷൻകോം, നിങ്ങൾ എൻ്റെ കൂടെ ആ മേയറിൻ്റെ ഓഫീസ് വരെ വരുമോ? മേയറിന് നിങ്ങളോട് സംസാരിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ പെസൻറ്റ് ഇങ്ങനെ, അദ്ദേഹം ഒരു പെസൻ്റാണല്ലോ, ഒരു കൃഷിക്കാരനാണല്ലോ. അദ്ദേഹം ഇങ്ങനെ അത്ഭുതപ്പെട്ട, എന്താണെന്ന് അറിയാൻ വയ്യ, ഞാൻ വരാം എന്ന് പറഞ്ഞു. The mayor was awaiting him, seated on an armchair. He was a stout, serious man who spoke in pompous phrases. "Mr. Hoshencombe," said he, "you were seen in the morning to pick up on the road the lost pocket book." അപ്പോൾ ആ ഒരു മേയറിനെ കണ്ട ഭയങ്കര ഒരു സ്റ്റൗട്ട് സീരിയസ് മാനായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അദ്ദേഹത്തിന് ആംചെയർ ഇരിപ്പുണ്ടായിരുന്നു. എന്നിട്ട് ഭയങ്കര കോംഫസ് ആയ പ്രൈസിന് നല്ല ദൃഢതയോടുകൂടി നല്ല ഗാംഭീര്യത്തോടുകൂടി സംസാരിക്കണം. എന്താണ്, "മിസ്റ്റർ ഹോഷൻകോംബ്, നിങ്ങൾ രാവിലെ കളഞ്ഞുപോയ പോക്കറ്റ് ബുക്ക് എടുക്കുന്നത് ആളുകൾ കണ്ടിട്ടുണ്ടായിരുന്നു" എന്നാണ് പറഞ്ഞത്. The countryman was astounded. He looked at the mayor. He was terrified by this suspicion resting on him. Me pick up the pocket book? Yes, you yourself. അപ്പോൾ എന്താണ് പറഞ്ഞത്? കൺട്രിമാൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ ആ ഒരു ഹോഷൻകോമ്പിനെയാണ്. ഹോഷൻകോമ്പ് പറഞ്ഞത് എന്താണ്, അദ്ദേഹം ആകെ ഭയപ്പെട്ടു പോയി. കാരണം ഈ ഒരു സസ്പിഷൻ, ഈ ഒരു സംശയം അദ്ദേഹത്തിന് മുകളിൽ വന്ന് നിൽക്കുമ്പോൾ അദ്ദേഹം ആകെ ഭയപ്പെട്ടു പോയി. എന്നിട്ട് ചോദിക്കണം, ഞാൻ എടുത്തെന്നോ? ആ പോക്കറ്റ് ബുക്ക് ഞാൻ എടുത്തെന്നാണോ പറയുന്നത്? അപ്പോൾ മേയർ എന്താണ് പറഞ്ഞത്? അതെ നിങ്ങൾ തന്നെയാണ്. വേർഡ് ഓഫ് ഓണർ, ഐ നെവർ ഹേർഡ് ഓഫ് ഇറ്റ്. അപ്പോൾ അയാൾ പറഞ്ഞത് എന്താണ്, ഇല്ല ഞാനത് കേട്ടിട്ട് പോലും ഇല്ല ആ സംഭവത്തെപ്പറ്റി. ബട്ട് യു ആർ സീൻ, പക്ഷെ നിങ്ങൾ എടുക്കുന്നത് കണ്ടിട്ടുണ്ട്. ഐ വാസ് സീൻ, മീ ഹു സേസ് ഹി സോ മീ. അപ്പോൾ ഞാൻ എടുക്കുന്നുണ്ടെന്നോ? ആരാണ് കണ്ടത് ഞാൻ എടുക്കുന്നത്? മിസ്റ്റർ മെലൻറ്റെയിൻ, ദ ഹാർനസ് മേക്കർ. അപ്പോൾ പറഞ്ഞു കൊടുത്തു ആരാണ്. ആദ്യം നമ്മൾ കഥ തുടങ്ങിയപ്പോൾ ഒരു സ്ട്രിങ് എടുക്കുന്ന ഒരാൾ കണ്ടെന്ന് പറഞ്ഞില്ലേ, ആ മെലൻറ്റെയിനാണ് പറഞ്ഞു കൊടുത്തത്. ദ ഓൾഡ് മാൻ റിമെമ്പേർഡ്, അണ്ടർസ്റ്റുഡ് ആൻഡ് ഫ്ലഷ്ഡ് വിത്ത് ആങ്കർ. "Oh, he saw me pick up this string here, your honor." And rummaging in his pocket, he drew out the little piece of string. അപ്പോൾ എന്താണ്, അപ്പോൾ ഹോഷൻകോമ്പ് വീണ്ടും പറയുകയാണ്, എന്നെ കണ്ടെന്നത് ഈ സ്ട്രിങ് ഞാൻ അവിടെ നിന്ന് എടുക്കുന്നതാണ്. ആര്? മെലൻറ്റെയിൻ കണ്ടത്, അല്ലാതെ ഞാൻ പോക്കറ്റ് ബുക്ക് എടുത്തിട്ടില്ല. ബട്ട് ദ മേയർ ഇൻക്രെഡുലസ് ഷുക്ക് ഹിസ് ഹെഡ്. പക്ഷേ മേയർ അത് കൺവിൻസ്ഡ് ആയില്ല. "You will not make me believe, Mr. Hoshencombe, that Mr. Melantaine, who is man worthy of credence, mistook this cord for a pocket book. After picking up the object, you stood there looking a long while in the mud to see if any piece of money had fallen out." അപ്പോൾ എന്താണ് പറഞ്ഞത്, മിസ്റ്റർ ഹോഷൻകോമ്പിൻ്റെ അടുത്ത് നമ്മുടെ മേയർ പറയുകയാണ്, മിസ്റ്റർ മെലൻറ്റൈൻ എന്ന് പറയുന്ന ആ ഒരു ക്രെഡൻസ് ഉള്ള ഒരു വിശ്വസിക്കാൻ പറ്റുന്ന ആളാണ്. അദ്ദേഹം ഇങ്ങനെ ഈ ഒരു സ്ട്രിങ് കണ്ടിട്ട് പോക്കറ്റ് ബുക്ക് എടുത്തൊന്നും വിചാരിക്കത്തില്ല. അതുപോലെ തന്നെ നിങ്ങൾ അവിടെ അത് സാധനം ഒബ്ജക്റ്റ് എടുത്തതിന് ശേഷം വേറെ ഏതെങ്കിലും പീസ് ഓഫ് മണി അവിടെ കിടപ്പുണ്ടോ എന്ന് നോക്കാനായിട്ട് നിങ്ങളവിടെ ചുറ്റും നോക്കിയെന്നും പറയുന്നുണ്ട്. The good old man choked with indignation and fear. "How can anyone tell such lies to take away an honest man's reputation?" അയാൾ ചോദിക്കുകയാണ്, ആർക്കെങ്കിലും ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞ ഒരു ഹോണസ്റ്റ് മാൻ്റെ റെപ്യൂട്ടേഷൻ എടുക്കാൻ പറ്റുമോ? ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല, ആ പോക്കറ്റ് ബുക്ക് ഞാൻ കണ്ടിട്ട് പോലുമില്ല. There was no use in his protesting. Nobody believed him. He was confronted with Melantaine, who repeated and maintained his affirmation. At his own request, Hoshencombe was searched. Nothing was found on him. Finally, the mayor, very much perplexed, discharged him. അപ്പോൾ അവസാനം മിസ്റ്റർ ഹോഷൻകോമ്പും മെലാൻറ്റെയിൻ്റെ അടുത്ത് തന്നെ നിർത്തി. അപ്പോൾ മെലാൻറ്റെയിൻ ആ പറഞ്ഞ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്തു. ഹോഷൻകോമ്പിനെ സെർച്ച് ചെയ്തു, പക്ഷേ ഒരു സാധനവും കിട്ടിയില്ല. അവസാനം മേയറിന് എന്ത് ചെയ്യേണ്ടി വന്നു? അയാളെ ഡിസ്ചാർജ് ചെയ്യേണ്ടി വന്നു. As he left mayor's office, the old man was surrounded and questioned by the villagers. He began to tell the story of the string. No one believed him. They laughed at him. He went along, stopping his friends and showing his pockets turned inside out to prove that he had nothing. They said,
ഓൾഡ് റാസ്കൽ ഗെറ്റ് ഔട്ട്. അപ്പോൾ എന്താണ് പുറത്തിറങ്ങിയപ്പോൾ ഈ എന്താണ് സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ചുറ്റും വില്ലേജേഴ്സൊക്കെ വന്ന് ചോദിച്ചു. അദ്ദേഹം കാര്യം പറഞ്ഞു, ഈ സ്ട്രിങ്ങാണ് എടുത്തതെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ആരും അദ്ദേഹത്തെ വിശ്വസിച്ചില്ല. എല്ലാവരും അദ്ദേഹം തന്നെ ആയിരിക്കും ആ പോക്കറ്റ് ബുക്ക് എടുത്തതെന്ന് വിശ്വസിച്ചു. ദ നെക്സ്റ്റ് ഡേ about 1 o'clock in the afternoon, an employee in a shop returned the pocketbook. The man claimed to have found the object in the road. Not knowing how to read, he had given it to his employer. അപ്പോൾ പിറ്റേ ദിവസം ഏകദേശം ഉച്ചയ്ക്ക് 1 മണിയായപ്പോൾ എംപ്ലോയി എന്ത് ചെയ്തു? ഒരു ഷോപ്പിലെ ഒരു എംപ്ലോയി ആ പോക്കറ്റ് ബുക്ക് റിട്ടേൺ ചെയ്തു. ഏകദേശം ആ റോഡിൽ നിന്ന് തന്നെയാണ് കിട്ടിയത്. പക്ഷേ അദ്ദേഹത്തിന് അത് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ എംപ്ലോയറിന് കൊടുക്കുകയായിരുന്നു. The news spread through the neighborhood. Hoshenkopf was informed about it. He immediately began to recount his story with its happy climax. He was in triumph. He talked of his adventure all day long. He told it on the highway of people who were passing by, in the wine shop to the people who were drinking there, and to person who coming out of the church in the following Sunday. He stopped strangers to tell them about it. അപ്പോൾ ഹോഷൻകോമ്പ് ഈ കാര്യം പറഞ്ഞു, താനല്ല ചെയ്തതെന്ന് എല്ലാവരും പറഞ്ഞു എന്നുള്ള കാര്യം ഹോഷൻകോമ്പ് പറഞ്ഞു. അങ്ങനെ വരുന്നവരടുത്തും പോകുന്നവരടുത്തും ആ ഹൈവേ കാണുന്നവരടുത്തും എല്ലാവരടുത്തും ഈ എൻകൗണ്ടറിനെ പറ്റിയൊക്കെ ഹോഷൻകോമ്പ് പറയാൻ തുടങ്ങി. He was calm now, and yet something disturbed him. People had the air of joking while they listened. They did not seem convinced. He seemed to feel that remarks were being made behind his back. അപ്പോൾ എന്നിരുന്നാലും പലരും ഇത് കൺവിൻസ്ഡ് ആവാതെ അദ്ദേഹത്തിൻ്റെ പിറകിൽ നിന്നും ഇതിനെ അദ്ദേഹമായിരിക്കും എടുക്കുന്നതെന്ന് പറഞ്ഞൊക്കെ ഉള്ള റിമാർക്സ് കൊടുക്കുന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നി. അപ്പോൾ the next Tuesday he went to the market at Godawell just to discuss the case. Melantine, standing at his door, began to laugh on seeing him pass. When he was seated at the table in the tavern, he had begun to explain the affair. അപ്പോൾ പിറ്റേ ട്യൂസ്ഡേയും ഗോഡർവില്ലിലേക്ക് അദ്ദേഹം പോവുകയുണ്ടായി. അപ്പോൾ മെലൻറ്റൈൻ അവിടെ ഡോറിൻ്റെ അവിടെ നിൽപ്പുണ്ടായിരുന്നു. എന്നിട്ട് ഈ ഇദ്ദേഹം പോയതിന് ശേഷമൊക്കെ ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ടവേണിലേക്ക് പോയിട്ട് അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങി. The horse dealer called out to him, come old fellow, that's an old trick. I know all about your piece of string. അപ്പോൾ ഇത് കണ്ടിട്ട് ഹോഴ്സ് ഡീലർ അദ്ദേഹത്തെ അകത്തേക്ക് കയറിയപ്പോൾ തന്നെ വിളിക്കുന്നുണ്ടായിരുന്നു, ഒരു ഓൾഡ് ഫെലോ, അതൊരു പഴയ ട്രിക്കാണ്, എനിക്ക് നിങ്ങളുടെ ആ ഒരു പീസ് ഓഫ് സ്ട്രിങ്ങിൻ്റെ കഥയൊക്കെ അറിയാം എന്നൊക്കെ പറഞ്ഞു. ഹോഷൻകോമ്പ് സ്റ്റാമ്പേർഡ് ബട്ട് സിൻസ് ദ പോക്കറ്റ് ബുക്ക് വാസ് ഫൗണ്ട്. അപ്പോൾ ഹോഷൻകോമ്പ് വിക്കി പറയുകയാണ്, പക്ഷേ ആ പോക്കറ്റ് ബുക്ക് കണ്ടുപിടിച്ച സ്ഥിതിക്ക് അദ്ദേഹത്തിനെ സംശയിക്കേണ്ടതില്ലല്ലോ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. The other man replied, shut up, there is one that finds and there is one that reports. Any rate you are mixed up with it. അപ്പോൾ പറയാണ്, എന്തായാലും നിങ്ങൾ എടുക്കുന്ന ഒരാൾ കണ്ടിട്ടുണ്ട്, അത് റിപ്പോർട്ടിങ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ എന്തായാലും നിങ്ങൾ അതിനകത്ത് ഇൻവോൾവ് ആണ് എന്ന് തന്നെ പറയേണ്ടി വരും. The peasant stood choking. He understood. They accused him of having the pocketbook returned by an accomplice. He tried to protest. All the table began to laugh. He could not finish his dinner and went away in the midst of cheers. ഇപ്പോൾ ഹോഷൻകോമ്പിനെ പറയുന്നത് എന്താണെന്ന് മനസ്സിലായി. കാരണം ഇയാൾ തന്നെ പോക്കറ്റ് ബുക്ക് എടുത്തിട്ട് പിടിക്കപ്പെട്ടു എന്നായപ്പോൾ തിരിച്ച് വേറൊരു അക്കംപ്ലൈസിൻ്റെ കൂടെ കൊടുത്ത് വിട്ടതാണ് എന്നുള്ളതാണ് ഇപ്പോൾ ആളുകൾ പറയുന്നത്. He went home ashamed and indignant, choking with anger and confusion. His innocence was impossible to prove, and he was stricken to the heart by the injustice of the suspicion. Then he began to recount the adventure again, prolonging his history every day. Each time he added new reasons, more energetic protestations, more solemn oaths. അപ്പോൾ ഓരോ ദിവസവും ഇദ്ദേഹം പോയിട്ട് ഓരോ രീതിയിൽ കൂടുതൽ എനർജറ്റിക് ആയിട്ട് തൻ്റെ ഭാഗം എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ആരും വിശ്വസിക്കുന്നില്ല. വീണ്ടും അദ്ദേഹത്തിൻ്റെ ഭാഗം എനർജറ്റിക് ആയിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നുണ്ട്. Those are lying excuses, they set behind his back. അപ്പോൾ അദ്ദേഹം പോകുമ്പോൾ എന്ത് ചെയ്യും, അതൊക്കെ കള്ളത്തരങ്ങളാണ്, വെറും എക്സ്ക്യൂസുകൾ മാത്രമാണ്, അങ്ങനെയല്ല സംഭവം എന്ന് ആളുകൾ പറയാൻ തുടങ്ങി. The people now made him talk about the string to amuse them. His mind, touched to the depth, began to weaken. അപ്പോൾ ഇതൊക്കെ കേട്ട് അദ്ദേഹം എന്ത് ചെയ്യാൻ തുടങ്ങി, അദ്ദേഹത്തിൻ്റെ മൈൻഡ് വീക്കൺ ചെയ്യാൻ തുടങ്ങി. Towards the end of December, he took to his bed. He died in the first day of January, and in the delirium of his death struggles, he kept claiming his innocence, reiterating, a piece of string, look here it is, your honor, the mayor. അപ്പോൾ ഡിസംബറൊക്കെ ആയപ്പോൾ അദ്ദേഹം ബെഡ് റിട്ടേണായി. ജാനുവരിയിലെ ഫസ്റ്റ് ഡേയ്സിൽ തന്നെ അദ്ദേഹം മരണപ്പെട്ടു. അപ്പോൾ മരണപ്പെടുമ്പോഴും അദ്ദേഹം പറയുന്നത് എന്താണ്, അദ്ദേഹം ഇന്നസെൻ്റ് ആണ്, അതൊരു പീസ് ഓഫ് സ്ട്രിങ് ആയിരുന്നു എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റോറി.